ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ പറയുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട്, പ്ലേലിസ്റ്റിൻ്റെ. അതിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുക. കാരണം ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നമ്മൾ മോഷൻ എന്താണ്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കുറച്ച് റോഡ് സൈൻസ് ആൻഡ് സിമ്പിൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് മോഷനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ബന്ധമൊന്നും ഇല്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും ഭാവിയിൽ വാഹനം ഓടിക്കാൻ പോകുന്നവരാണല്ലേ. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റിയും സ്പീഡും ഒക്കെ നമ്മൾ വണ്ടികളുമായിട്ട് റിലേറ്റ് ചെയ്താണ് എപ്പോഴും പറയാറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളതാണല്ലോ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് റോഡ് സൈനുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റോഡ് സൈനുകൾ നമുക്ക് 3ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് മാൻഡേറ്ററി സൈൻസ്, അതായത് നമ്മൾ ഉറപ്പായിട്ടും പാലിക്കേണ്ടത്. കോഷണറി സൈൻസ് നമുക്കൊരു വാർണിംഗ് തരുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ഇൻഫർമേഷൻ സൈൻസ് എന്നിങ്ങനെ 3 തരം റോഡ് സൈൻസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇടതുവശത്തായിട്ട് ഇതുപോലെ സൈനുകൾ ഉണ്ടാവും അല്ലേ. ചിലതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റെഡ് റൗണ്ട് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ട്രയാങ്കിൾ ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഇതുപോലത്തെ ഒരു നീല കളറും ആയിരിക്കും. അപ്പോൾ അതിൽ മാൻഡേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സൈൻ ഇൻഡിക്കേറ്റിംഗ് മാൻഡേറ്ററി കോംപ്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലിക്കേണ്ട കാര്യങ്ങൾ. ഇത് പാലിച്ചില്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ എന്ത് ചെയ്യും, പെറ്റിയടിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മളിവിടെ പാലിക്കുക എന്നുള്ളത് ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാൻഡേറ്ററി സൈൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ദീസ് സൈൻസ് ആർ വാർണിംഗ് സൈൻസ് ദാറ്റ് മസ്റ്റ് കമ്പൽസറി ബി ഫോളോഡ്. നോ പാർക്കിംഗ് അല്ലേ, ആ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ എന്ത് വയ്ക്കുന്നത്, നോ പാർക്കിംഗ്. ആശുപത്രികളുടെ, സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് ഗേറ്റിൻ്റെ സൈഡിലായിട്ടൊക്കെ ഇത് വയ്ക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ചെറിയ റോഡൊക്കെ ഉള്ള സ്ഥലത്ത് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്താൽ അപകടം ഉണ്ടാകും. അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഇത് വയ്ക്കാറുണ്ട്. നോ ബൈസിക്കിൾസ് എന്ന് വെച്ചാൽ ആ റോഡിൽ കൂടെ വണ്ടി സ്പീഡിൽ പോകുന്ന റോഡായിരിക്കാം അല്ലേ. ഫാസ്റ്റ് പോകുന്ന സ്ഥലത്ത് സൈക്കിളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, അതൊരു കുറ്റം അല്ല. സൈക്കിളിൽ പോകുന്നത് മോശമായതുകൊണ്ടല്ല, അവർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനാണ്. നോ ഹോൺ, കണ്ടോ. അപ്പോൾ ഈ സൈനുകളൊക്കെ കണ്ടാൽ നിങ്ങൾ ഭാവിയിൽ ലൈസൻസൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഭാവി വണ്ടി ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇങ്ങനത്തെ റൗണ്ടിൽ കണ്ട സൈനുകളൊക്കെ കമ്പൽസറിയാണ്, അത് പാലിച്ചേ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് കോഷണറി സൈൻ. കോഷണറി സൈൻ എന്ന് വെച്ചാൽ എന്താണ്, കോഷണറി സൈൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് നിങ്ങൾക്കൊരു എന്താണ്, ഇതൊക്കെ ഇത് സൈൻസ് ആർ മെൻ ടു വാൺ അബൌട്ട് ദ റോഡ് കണ്ടീഷൻ. നിങ്ങൾക്കൊരു വാർണിംഗ് തരികയാണ്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ഹമ്പ് വരുന്നുണ്ട്, ഒന്ന് സ്ലോ ചെയ്ത് പോയില്ലെങ്കിൽ ഹമ്പ് ചാടുമ്പോൾ എന്ത് പറ്റും, നമുക്ക് തന്നെ പണി കിട്ടും അല്ലേ. നാരോ ബ്രിഡ്ജ്, അതായത് വീതിയിൽ പോകുന്ന റോഡ് പെട്ടെന്ന് കൊണ്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ സ്ലോ ചെയ്തില്ലെങ്കിൽ അപകടം പറ്റാം. സ്കൂൾ അഹെഡ് അല്ലേ, സ്കൂള്, ഹോസ്പിറ്റൽ, ഇതിൻ്റെയൊക്കെ മുന്നിൽ ഈ ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിച്ചോളണം അല്ലേ, ഇതും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പോകാനായിട്ട്. പിന്നെ വരുന്നതാണ് ഇൻഫോർമേറ്ററി സൈൻ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ. എന്തായിരിക്കും, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഡ്രൈവർ ഹാസ് ടു ഗോ, ഡയറക്ഷൻ ഓഫ് വേരിയസ് പ്ലേസസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് അതർ ഫെസിലിറ്റീസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. പെട്രോൾ പമ്പ് എവിടെയാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വരാൻ പോവുകയാണ്, ഈ വരുന്ന സ്ഥലത്ത് ആശുപത്രി ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തരാനായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി റോഡ് മാർക്കിങ്സ്. അപ്പോൾ റോഡിൽ കൂടി പോകുമ്പോൾ നമ്മളെല്ലാവരും ഇതുപോലത്തെ വെള്ള വരകൾ കാണാറുണ്ട് അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഓവർടേക്ക് വേണമെങ്കിൽ ചെയ്യാം. ചില സ്ഥലത്ത് നമ്മൾ റോഡ് സൈഡിൽ കൂടി ഇതുപോലത്തെ മഞ്ഞ വര കാണും അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ്. ഈ വഴി ഈ ലൈൻ ക്രോസ് ചെയ്ത് വണ്ടി ഒരിക്കലും എന്ത് ചെയ്യരുത്, പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതുപോലെ സീബ്ര ക്രോസിങ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റോഡ് മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആ സ്കൂളിൽ സെമിനാറുകളായിട്ടും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിലോട്ട് പോകുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ? അപ്പോൾ എന്താണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. സമയത്തിനനുസരിച്ച് പൊസിഷൻ മാറിയാൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കും. ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടാകുന്ന സമയത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് നമ്മൾ വെലോസിറ്റി എന്ന് വിളിക്കും. സമയത്തിനനുസരിച്ച് വെലോസിറ്റി മാറിയാൽ നമ്മൾ അതിനെ ആക്സിലറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒരു കാര്യത്തിന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അത് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചോദിച്ചാൽ ഞാൻ നോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്താണ് ഒരു ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓക്കെ, ഗ്രാഫ് എന്ന് വെച്ചാൽ അതൊരു 2 ഡയമെൻഷണൽ ഡയഗ്രമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു എക്സ് ആക്സിസ് ഉണ്ടാകും, അതുപോലെ എന്തുണ്ടാവും, ഒരു വൈ ആക്സിസ്. അപ്പോൾ അതെന്ത് എക്സ് ഒരു ഡയമെൻഷൻ, വൈ ഒരു ഡയമെൻഷൻ. അപ്പോൾ മൊത്തം 2 ഡയമെൻഷൻ ഉള്ള ഒരു ഫിഗറാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഗ്രാഫ് കണ്ടിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വലതുവശത്തോട്ടുള്ള നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നും ഇടതുവശത്തോടുള്ള നമ്മൾ എക്സ് ഡാഷ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നും എടുക്കും. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന മുകളിലോട്ടുള്ള ലൈൻ നമ്മൾ എന്ത് വിളിക്കും, വൈ ആക്സിസ് എന്ന് വിളിക്കും. അത് പോസിറ്റീവ് വൈ ആക്സിസ്. താഴോട്ടുള്ള ലൈൻ ആണെങ്കിലോ നെഗറ്റീവ് വൈ. അതായത് വലത്തോട്ട് വാല്യൂ 1, 2, 3 എന്നിങ്ങനെ കൂടി പോവും. ഇടത്തോട്ടാണെങ്കിൽ -1, -2, -3 അങ്ങനെ കൂടിക്കൊണ്ടുപോകും. മുകളിലാണെങ്കിൽ 1, 2, 3 എന്ന് കൂടും. താഴെയാണെങ്കിലോ -1, -2, -3 ഇങ്ങനെ വാല്യൂസ് കൂടുന്ന ഒരു ഫിഗറാണ് എന്തെന്ന് പറയുന്നത് ഗ്രാഫ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഗ്രാഫിൽ ഈ പോയിന്റുകൾ പ്ലോട്ട് ചെയ്ത് അത് ചേർത്ത് നമുക്ക് എന്ത് വരയ്ക്കാം, ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഈ ഗ്രാഫ് നോക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 2 ഗ്രാഫുകളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഗ്രാഫിൻ്റെ പേരാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ടാമത് പഠിക്കേണ്ട ഗ്രാഫിൻ്റെ പേരാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്നിങ്ങനെ മൊത്തം 2 ഗ്രാഫിനെ പറ്റിയിട്ടാണ് ഈ വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതൊക്കെയാണ് പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. അതിലെന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, നോക്കിയേ, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഏത് ഗ്രാഫ് നമ്മൾ എടുക്കുന്നു ആ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് എത്ര ആക്സിസ് ഉണ്ടാവും, 2 ആക്സിസ് ഉണ്ടാവും അല്ലേ. ഈ 2 ആക്സിസിൽ നമ്മൾ ഗ്രാഫിൻ്റെ പേരെന്തായിരുന്നു, പൊസിഷൻ ടൈം ഗ്രാഫ്. ഞാൻ ആദ്യം ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചോദ്യമൊക്കെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം കാര്യം ഒന്ന് വിശദമാക്കി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗ്രാഫിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ അതിൽ ആദ്യം കാണുന്ന പേര് എപ്പോഴും ആർക്ക് കൊടുക്കുക, വൈ ആക്സിസിന് കൊടുക്കുക. ആർക്ക് കൊടുക്കുക, വൈ ആക്സിസിന് കൊടുക്കുക. രണ്ടാമത് കാണുന്ന പേര് എപ്പോഴും ആരായിരിക്കും, എക്സ് ആക്സിസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മുടെ വൈ ആക്സിസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ വരച്ചിട്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എഴുതി വയ്ക്കണം, പൊസിഷൻ എടുക്കണം. എക്സ് ആക്സിസ് നമ്മൾ എടുക്കുന്നത് എന്താണ്, ടൈമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആദ്യം മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്താൽ ഈ ഗ്രാഫിൻ്റെ പേരാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ നമ്മളെപ്പോഴും മീറ്ററിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീറ്റർ എന്ന യൂണിറ്റ് ആണെന്നുള്ളത് അവിടെ ഒന്ന് എഴുതിയാൽ നന്നായിരിക്കും. ടൈം നമ്മൾ എടുക്കുന്നത് എപ്പോഴും സെക്കൻഡ് എന്ന യൂണിറ്റിലാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇതിൻ്റെ പേരാണ് എന്ത്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, ഇതാണെന്ത്, പൊസിഷൻ ടൈം ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലേ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നു, ആ ഗ്രാഫ് വരയ്ക്കുന്നതിനകത്ത് നമ്മൾ വൈ ആക്സിസിനകത്ത് എടുക്കുന്ന എന്താണ്, വെലോസിറ്റിയാണ്. എന്താണ്, വെലോസിറ്റിയാണ്. എക്സ് ആക്സിസ് നമ്മൾ എടുക്കുന്നത് എന്താണ്, ടൈം ആണെങ്കിൽ ആ ഗ്രാഫിൻ്റെ പേരാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, അത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് എപ്പോഴും മാർക്ക് ചെയ്യണം. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. അത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ആണല്ലോ, ഗ്രാഫുകൾ 2 എണ്ണം, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. ഓക്കെ അല്ലേ. ഇനി ഒരു കാര്യം നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ളൊരു പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. എന്തെടുത്തു, പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു, പൊസിഷൻ ടൈം ഗ്രാഫിൽ വൈ ആക്സിസ് നമ്മൾ എടുക്കുന്നത് എന്താണ്, പൊസിഷൻ. എക്സ് ആക്സിസ് എടുക്കുന്നത് എന്താണ്, ടൈം. ഇങ്ങനെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം, യൂണിറ്റും കൂടെ എഴുതണം. മീറ്റർ, ടൈം എടുക്കുന്നതിലാണ്, സെക്കൻഡിലാണ്. ഇനി അടുത്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്താണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിൻ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈക്വൽ ഡിവിഷൻസ് ഉണ്ടാവും. എന്തുണ്ടാവും, ഈക്വൽ ഡിവിഷൻസ് ഉണ്ടാവും. ഈ ഡിവിഷനകത്ത് വാല്യൂസ് ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അത് എഴുതേണ്ട ആരാണ്, അത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ എന്തുണ്ടാവും, ഈക്വൽ ഡിവിഷൻ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഈക്വലായിട്ട് നമ്മളൊരു സ്കെയിൽ കൊടുക്കണം. എന്ത് കൊടുക്കണം, ഒരു സ്കെയിൽ കൊടുക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കണമെന്ന് വിചാരിക്കുക. ആ വരയ്ക്കേണ്ട ഗ്രാഫിൽ തന്നിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്കെയിൽ കൊടുക്കണം. അത് നമുക്കൊരു എക്സാമ്പിൾ ഗ്രാഫ് വരച്ച് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ സ്കെയിൽ കൊടുക്കണമെന്ന് മനസ്സിലാക്കുക. ഇനി ഇങ്ങനെ കിട്ടുന്ന ഗ്രാഫിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നോക്കിയേ, ഒരു ഒബ്ജക്റ്റ്, ഈ ഗ്രാഫ് 2 തരത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഒബ്ജക്റ്റ് എന്തിലിരിക്കുകയാണ്, റെസ്റ്റിലിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കാണാൻ എങ്ങനെയായിരിക്കും,
ഓക്കെ, സമയം ഞാനിപ്പോൾ സെക്കൻഡിൽ എടുക്കുന്നു എന്ന് വിചാരിക്കുക. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4, 5, 6, 7 നിങ്ങൾ സെക്കൻഡ് എടുക്കുകയാണ്. പൊസിഷൻ ഞാൻ 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തു. ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ സമയം ഇങ്ങനെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ് നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫ് കാണാൻ എങ്ങനെ ഇരിക്കും? അത് ഇങ്ങനെ എക്സ് ആക്സിസിന് ചേർന്ന് എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഒബ്ജക്റ്റ് എന്തായിരിക്കുമ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആർക്ക് പാരലൽ ടു എക്സ് ആക്സിസ്. ഇതൊന്നും കേട്ട് പേടിക്കണ്ടേ. ഞാൻ ഗ്രാഫ് അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഞാനിപ്പോൾ ആദ്യം ഒരു ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. ഇനി ഒരു ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണെന്ന് വിചാരിക്കുക. എന്തിലാണെന്ന് വിചാരിക്കുക? യൂണിഫോം മോഷൻ. നമുക്കറിയാം അല്ലേ, യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ എന്താ? ഓരോ സമയവും എടുക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഈക്വൽ ദൂരം കവർ ചെയ്യുന്നു. സപ്പോസ് ഞാൻ പറയുകയാണ്, ആദ്യത്തെ 1 സെക്കൻഡിൽ ഒബ്ജക്റ്റ് 1 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. ഈ പോയിന്റ് മാർക്ക് ചെയ്യും അല്ലേ. അടുത്ത സെക്കൻഡിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? 2 മീറ്റർ കവർ ചെയ്തു. അടുത്ത സെക്കൻഡിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? 3 മീറ്റർ കവർ ചെയ്തു. അടുത്ത സെക്കൻഡിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്തു? 4 മീറ്റർ കവർ ചെയ്തു. എങ്കിൽ ഇവിടുത്തെ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. എന്തായിരിക്കും? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ യൂണിഫോം മോഷനിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു പറയുന്നത് അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. ഇനി എന്തിനാണ് ഈ ഗ്രാഫിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രത്യേകത? നോക്കിയേ, ഈ ഗ്രാഫ് വെച്ച് നമുക്ക് ഏതൊരു സമയത്തിലെയും ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, 2.5 സെക്കൻഡ് ആയപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 2.5 എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിന് നേരെ നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എത്രയിലെത്തും? 2.5-ലെത്തും. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റ്? 2.5 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് 3.9 സെക്കൻഡ് ആയപ്പോൾ എത്രയായി? അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ 3.9 എന്നൊരു ലൈൻ വരയ്ക്കണം. അത് നമ്മൾ ഗ്രാഫിൽ പോയി മീറ്റ് ചെയ്യും. അതിനിടത്തോട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തും. അത് 3.9 മീറ്ററിലെത്തും. ഇവിടെ ഇപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് കിട്ടി. ഇനി മാറി വന്നാലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ഏതൊരു സമയത്തിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇനി ഗ്രാഫിന് മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഉപയോഗം. ഒരു പൊസിഷൻ്റെയും ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടും. എന്താണ് ഒരു സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രാഫിലെ വൈ ആക്സിസിൽ കിടക്കുന്ന വാല്യൂവിനെ എക്സ് ആക്സിസിൽ കിടക്കുന്ന വാല്യൂയോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചരിവ് അഥവാ എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കടാ, വൈ ആക്സിസ് കിടക്കുന്ന എന്താണ്? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. എക്സ് കിടക്കുന്നത് എന്താണ്? ടൈം. നോക്കടാ, പൊസിഷൻ ബൈ ടൈം. ഇതല്ലേ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ്റെയും ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവെടുത്താൽ മതി. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് ഗ്രാഫ് വരച്ച് തന്നെ നോക്കണം. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിളോട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ഒരു വാല്യൂ തന്നേക്കുകയാണ്. അല്ലെങ്കിൽ ഇത് വെച്ച് ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചേക്കുകയാണ്. എക്സ് ആക്സിസ് നോക്കിയപ്പോൾ സമയമാണ്. അത് 2, 4, 6, 8, 10 എന്നിങ്ങനെ കൂടി പോവുകയാണ്. പൊസിഷൻ നോക്കിയപ്പോൾ മീറ്ററിലാണ്. 1, 2, 3, 4, 5. അപ്പോൾ ഇത് വെച്ച് നിങ്ങളുടെ അടുത്തൊരു ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്രാഫ് പേപ്പർ നമ്മൾ എടുക്കണം. എന്നിട്ട് ആദ്യം അതിനകത്ത് എക്സ് ആക്സിസ് മാർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് മാർക്ക് ചെയ്യണം? വൈ ആക്സിസ് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ എക്സ് ആക്സിസ് എന്താ എടുക്കുന്നതെന്ന് എഴുതണം. എഴുതിയല്ലോ, ടൈം ടി. എന്താ? യൂണിറ്റ് സെക്കൻഡ്. മനസ്സിലായി കാണുമല്ലോ. പൊസിഷനിൽ നമ്മൾ എന്തെടുക്കണം? അല്ല, വൈ ആക്സിസ് നമ്മൾ എന്തെടുക്കണം? പൊസിഷൻ എടുക്കണം. അത് നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ അവിടുത്തെ സ്കെയിൽ കണ്ടുപിടിക്കണം. എന്താ സ്കെയിൽ? നോക്കട്ടെ, നമ്മുടെ വാല്യൂ എങ്ങനെയാണ് കൂടുന്നത്? എക്സ് ആക്സിസിൻ്റെ വാല്യൂ, അതായത് നമ്മുടെ സമയം എന്ന് പറയുന്നത് 2, 4, 6, 8, 10 എന്നാണ് എടുക്കുന്നത്. അതായത് വേണമെങ്കിൽ എനിക്കിവിടെ എന്ത് ചെയ്യാം? ഈ എക്സ് ആക്സിസിനകത്ത് ഇവിടെ 0 അല്ലേ, ഇവിടെ എനിക്ക് 1, 2, 3 എന്ന് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വലിയ ഗ്രാഫായി പോകും അല്ലേ. അപ്പം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗ്രാഫിലെ ഓരോ യൂണിറ്റും ഞാൻ എത്രയെന്ന് എടുക്കും? നമ്മുടെ വാല്യൂ പോകുന്ന 2, 4, 6 എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ 0 ആയിട്ട് എടുത്തു. അടുത്തത് ഞാൻ 2 ആയിട്ട് എടുത്തു. അടുത്ത് 4, 6, 8, 10 എന്നിങ്ങനെ എടുത്തു. എന്നിട്ട് ഞാനിവിടെ എഴുതുകയാണ്, എക്സ് ആക്സിസിലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡിന് ഈക്വൽ. ശരിയാണല്ലോ. അടുത്ത് വൈ ആക്സിസ് നോക്കിയപ്പോൾ നമുക്കിവിടെ എന്താ വന്നിരിക്കുന്നത്? വൈ ആക്സിസിനകത്ത് പൊസിഷനാണ്. പക്ഷേ അത് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാണ്. എന്താണ്? 1, 2, 3, 4, 5 എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ എഴുതി വൈ ആക്സിസിലെ
1 സെൻറ്റിമീറ്റർ, കാരണം ഇത്രയും ദൂരമാണ് 1 സെൻറ്റിമീറ്റർ, ഇത്രയും ദൂരമാണ് 1 സെൻറ്റിമീറ്റർ, ഇത്രയും ദൂരമാണ് 1 സെൻറ്റിമീറ്റർ. ഈ പറയുന്ന 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയ്ക്ക് ഈക്വലാണെന്ന് എഴുതി? അത് 1 മീറ്ററിന് ഈക്വലാണെന്ന് എഴുതി. എത്രയ്ക്ക് ഈക്വലാണെന്ന് എഴുതി? 1 മീറ്ററിന്. അതായത് നമ്മൾ സ്കെയിൽ എഴുതുമ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ 1 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത്. അത് എക്സ് ആക്സിസിലായപ്പോൾ സമയം, അപ്പോൾ നമ്മൾ എന്തെടുക്കും? സെക്കൻഡ് എന്ന് എടുക്കും അല്ലേ. ഇവിടുത്തെ കേസിൽ ഒരു 5 യൂണിറ്റും 2 സെക്കൻഡ് ഈക്വൽ. അടുത്ത് വൈ ആക്സിസിൻ്റെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? അത് 1 മീറ്ററിന് ഈക്വൽ. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സ്കെയിൽ എഴുതുന്നത്. 1-2 ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് ഗ്രാഫിൻ്റെ പോയിന്റുകളൊന്ന് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് 2 സെക്കൻഡ് സമയമായപ്പോൾ 1 മീറ്ററാണ് സഞ്ചരിച്ചത്, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇത്. അടുത്ത് 4 സെക്കൻഡ് ആയപ്പോൾ 2 മീറ്റർ സഞ്ചരിച്ചു, ഇതാണ് പോയിന്റ്. 6 സെക്കൻഡ് ആയപ്പോൾ 3 മീറ്റർ സഞ്ചരിച്ചു. 8 സെക്കൻഡ് ആയപ്പോൾ 4 മീറ്റർ സഞ്ചരിച്ചു. ഇനിയുണ്ടോ? 10 സെക്കൻഡ് ആയപ്പോൾ 5 മീറ്റർ സഞ്ചരിച്ചു. സോ ഇതാണ് പോയിന്റ്. അപ്പോൾ ഇതിനെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരച്ചാൽ ഇതാണ് എന്ത്? ഇവിടുത്തെ പൊസിഷൻ ടൈം ഗ്രാഫ്. എന്ത് ഗ്രാഫ്? ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരയ്ക്കരുത്, നിങ്ങൾ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ്? ഇവിടെ കിട്ടിയ ഗ്രാഫ് എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണോ, ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണോ, ഒരു കർവ്ഡ് ലൈനാണോ? കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ചരിഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എപ്പോഴാണ് ഈ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്? ഞാൻ പറഞ്ഞു, ഒബ്ജക്റ്റ് എന്തിരിക്കുമ്പോൾ? റെസ്റ്റിലിരിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഒബ്ജക്റ്റ്? ഒരു മൂവ്മെൻറ്റിലാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ്? ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. ബൈ വാട്ട് നെയിം ഈസ് ദിസ് ഗ്രാഫ് ഷോൺ? ബൈ വാട്ട് നെയിം ഈസ് ദിസ് ഗ്രാഫ് ഷോൺ? എന്താണത്? ഇതൊരു യൂണിഫോം മോഷനാണ്, ഒരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഫ്രം ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റൈൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്? എന്താണ് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി? എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ. എന്തുകൊണ്ട്? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. സോ യൂണിഫോം മോഷൻ, യൂണിഫോം വെലോസിറ്റി. അടുത്ത വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ 5 സെക്കൻഡ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏതൊരു സമയത്തിലെയും പൊസിഷൻ കണ്ടുപിടിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 5 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഈ അറിയാം, 4 എന്ന പോയിൻറ്റും 6 എന്ന പോയിൻറ്റിനും ഇടയ്ക്ക് എത്രയുണ്ട്? നമുക്ക് 1, 2, 3, 4, 5. ഓക്കെ, ഇത് ഇത്രയും യൂണിറ്റുകളാണുള്ളത്. മൊത്തം 10 എണ്ണം ഇതിൻ്റെ ഇടയിൽ വരും. നമ്മൾ ഗ്രാഫ് പേപ്പർ നോക്കി അറിയാം, 10 ചെറിയ ലൈനുകളാണ് വരുന്നത്. അപ്പോൾ ഇത് 4, ഇത് 6 ആണെങ്കിൽ ആ 10ൻ്റെ കറക്റ്റ് നടുക്ക് വരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? 5 എന്ന് പറയും. അപ്പോൾ ഈ നടുക്കത്തെ പോയിൻ്റ് ആയിരിക്കും 5 എന്ന് പറയുന്നത്. അപ്പോൾ 5 സെക്കൻഡിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എത്രയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 5 സെക്കൻഡ് എന്ന പോയിന്റ് കണ്ടുപിടിച്ച് അതിന് എന്ത് ചെയ്യും? ആ ഡോട്ടഡ് ലൈൻ മുകളിലോട്ട് വരച്ച് നമ്മൾ ഗ്രാഫ് കൊണ്ടുവന്ന് തട്ടും. എന്നിട്ട് ആ തട്ടുന്ന പോയിന്റ് ഏതാണോ അതിന് ഈക്വലായിട്ട് നമ്മൾ ഇടത്തോട്ട് എന്ത് ചെയ്യും? കൊണ്ടുപോയി ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇത് 2, 3, അതിൻ്റെ ഇടയിൽ വരുന്നത് എന്താണ്? 2.5 ആണ് അല്ലേ, 2.5 ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് എത്രയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? 2.5 മീറ്റർ ആയിരിക്കും അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അടുത്ത വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ 1.5 മീറ്റർ? ഈ ഗ്രാഫിൽ നോക്കിയേ, ഒബ്ജക്റ്റ് 2.5 മീറ്റർ സഞ്ചരിക്കാൻ 2.5 മീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്നാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 2.5 എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഏതാ 2.5 എന്ന് പറയുന്ന പോയിന്റ്? ഇത് 2, ഇത് 3. അപ്പോൾ ഇതിന് മൊത്തം ഇന്ത്യയിൽ എത്ര ഡിവിഷനുണ്ട്? 10 ഡിവിഷനുണ്ട്. അപ്പോൾ കറക്റ്റ് നടുക്ക് വരുന്ന പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? 2.5 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2.5 ആണോ 1.5 ആണോ? സോറി, 1.5 ആണ്. അപ്പോൾ എന്താണ്? 1നും 2നും ഇടയിൽ നടുക്കായിട്ടാണ് എന്ത് വരുന്നത്? 1.5 വരുന്നത്. അപ്പോൾ ഈ 1.5-ൽ ഈ ഗ്രാഫ് എവിടെ പോയി എന്നറിയാൻ വേണ്ടി ഞാൻ ഗ്രാഫ് മാറ്റി കളഞ്ഞല്ലേ. ഗ്രാഫ് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. അപ്പോൾ 1.5 എന്ന പോയിൻ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് വന്ന് ഇവിടെ മീറ്റ് ചെയ്യും. കറക്റ്റ് ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. താഴോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് എന്ത് ചെയ്യും? നമുക്ക് നടുക്ക് കിട്ടും. അപ്പോൾ എത്രയാണ്? 2.2നും 4നും ഇടയ്ക്ക് എത്രയാണ്? 2നും 4നും ഇടയ്ക്ക് എത്രയാണ്? 3 അല്ലേ. എത്രയാണ്? 3. അപ്പോൾ 3 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 1.5 മീറ്റർ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ. നോക്ക്, ഞാൻ എന്താ പറഞ്ഞു? ഇവിടെ എത്ര? 1നും 2നും ഇടയ്ക്ക് ഞാൻ പറഞ്ഞു 1.5 എന്ന് അല്ല. ഇവിടെ ഞാൻ 2നും 3നും ഇടയ്ക്ക് 2നും 4നും ഇടയ്ക്ക് ഞാൻ പറയുന്നു 3 എന്ന്. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ ഏതിപ്പോൾ എക്സ് ആക്സിസിലാണെങ്കിൽ ഒരു പോയിൻറ്റ് മറ്റൊരു പോയിൻറ്റിനും ഇടയിലായിട്ട് 10 ഡിവിഷനുണ്ട്. എത്ര ഡിവിഷനുണ്ട്? 10 ഡിവിഷൻ. നമുക്കറിയാം എക്സ് ആക്സിസിനകത്ത് നമുക്കറിയാം ഓരോ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് എന്താണ്? 2, 4, 6, 8, 10 കറക്റ്റ് 5ാമത്തെ ഡിവിഷൻ ആകുമ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2 +
എത്രയാണ് അടുത്ത 10 ഡിവിഷൻ വരുമ്പോഴത്തേക്കും 3 അടുത്ത് 2 4 6 8 10 അടുത്ത് 1 കൂടുമ്പോൾ എത്രയാവും 4 പോകും. അടുത്ത് നടുക്ക് 4.5 അല്ല വരുന്നത്, എത്രയാണ് 5, അതിൻ്റെ അപ്പുറത്താണ് 6 വരുന്നത്. പക്ഷേ വൈ ആക്സിസ് നോക്കിയപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്, അവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്ററാണ്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ തൊട്ടടുത്താണ് 3. അപ്പോൾ അതിനിടയ്ക്ക് വരുന്നത് എത്ര, 10 ഡിവിഷനിൽ നടുക്കത്തെ ഡിവിഷൻ ഏതായിരിക്കും, അത് 2.5 ആയിരിക്കും. ഓക്കെ, ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, പൊസിഷൻ ആൻഡ് ഗ്രാഫ് ഓഫ് എ മോഷൻ ഓഫ് എ കാർ. ഒരു കാർ നമ്മൾ എടുക്കുക, ഈ കാറിൻ്റെ മോഷൻ നമ്മൾ നോക്കുക. നമുക്കൊരു കാറുണ്ട്, എക്സ് ആക്സിസിനകത്ത് എടുത്തേക്കുന്നത് എന്താണ്, ടൈമാണ്, വൈയിൽ പൊസിഷനാണ്. ശരി, ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡിന് ഈക്വലാണ്, വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്ററിന് ഈക്വലാണ്. കണ്ടോ, ഇവിടെ 0, ഇവിടെ 10, 20, 30, 40, 50 എന്നാണ് കൂടുന്നത്. ഇവിടെ ആണെങ്കിൽ 2, 4, 6, 8, 10, 12. ഓക്കെ, ഐഡിയ ഉണ്ടല്ലോ. ചോദ്യത്തിലോട്ട് വരാം. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ഫ്രം എ ടു ബി ഇൻ ദ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്, ഈ എ എന്ന് പറയുന്ന പോയിന്റിനും ബി എന്ന് പറയുന്ന പോയിന്റിനും ഇടയ്ക്ക് ഉള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എത്ര കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. നമ്മൾ ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ വെലോസിറ്റി കിട്ടും. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കമ്പോണൻറ്റ് ബൈ എക്സ് കമ്പോണൻറ്റ്, അതായത് വൈ ആക്സിസിലുള്ള വാല്യൂ ബൈ എക്സ് ആക്സിസിലുള്ള വാല്യൂ. അപ്പോൾ നമുക്കിവിടെ എന്താണ്, എക്കും ബിക്കും ഇടയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ എന്നൊരു ലൈൻ വരച്ച് ഇതാ ഇവിടുത്തെ പോയിന്റ് മാർക്ക് ചെയ്യണം 20, ബി എന്നൊരു ലൈൻ എടുത്ത് ഇവിടുത്തെ പോയിന്റ് മാർക്ക് ചെയ്യണം 50, അടുത്ത് താഴോട്ട് എടുത്ത് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യണം 4, ബി എന്നെടുത്ത് പോയിന്റ് മാർക്ക് ചെയ്യണം 10. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കിനി എന്താ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ ഇത്രയും വാല്യൂ ഈ 20നും 50നും ഇടയ്ക്ക് ഉള്ള എത്രയെന്ന് കണ്ടുപിടിക്കണം, 4നും 10നും ഇടയ്ക്കുള്ള എത്രയെന്ന് കണ്ടുപിടിക്കണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നോക്ക്, വൈ ആക്സിസിനകത്ത് കൂടിയ വാല്യൂ 50 മൈനസ് കുറഞ്ഞ വാല്യൂ 20 അല്ലേ, 50ൽ നിന്ന് 20 കുറച്ച് നമുക്ക് അതിനിടയിലുള്ള വാല്യൂ കിട്ടൂലേ. നോക്കടാ, മൊത്തം 50, ഇത്രയും 50, അതിനകത്ത് ഇത്രയും 20 എങ്കിൽ ഈ 50ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇടയ്ക്കുള്ളത് കിട്ടൂലേ. ബൈ എക്സ് നോക്ക്, ഇവിടുന്ന് ഇത്രയും 10 കാണുന്നുണ്ടോ, ഇത്രയും 10, ഇത്രയും 4. അപ്പോൾ എന്താണ്, 10ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് വാല്യൂ എത്രയാണെന്ന് കിട്ടൂലേ. അപ്പോൾ എത്രയാണ് നമുക്ക് നോക്കിയേ, 10 മൈനസ് 4. സോ 50ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാണ്, 30 അല്ലേ, 50ൽ നിന്ന് 20 കുറച്ചാൽ 30 അല്ലേ, അതെ. അടുത്ത് 10ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 6. 10ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്, 6. സോ നമ്മുടെ എന്താണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, അത് 30/6 എത്രയാണത്, അത് 5 മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. സോ വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ കാർ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 50ൽ നിന്നും നമ്മൾ എത്ര കുറച്ചു, 20 കുറച്ചു. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി, 30 കിട്ടി, 30 മീറ്റർ. വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ഫ്രം എ ടു ബി. ടൈം എത്രയാണ്, 10ൽ നിന്നും നമ്മൾ 6 കുറച്ചു, 10ൽ നമ്മൾ 4 കുറച്ചു, നമുക്ക് എത്ര കിട്ടി, 6 സെക്കൻഡ് എന്ന് കിട്ടി. എത്ര കിട്ടി, 6 സെക്കൻഡ് എന്ന് കിട്ടി. സോ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് S2 - S1 ബൈ T2 - T1, അതായത് എത്രയാണ്, 30/6 എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മുടെ ഉത്തരം കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ കാർ അറ്റ് ദ 6th സെക്കൻഡ് ഇൻ ദ ഗ്രാഫ്. 6 സെക്കൻഡ് ആയപ്പോൾ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്, 6 സെക്കൻഡ് ആയ പൊസിഷൻ എവിടെയാണ്, ഇതാണ് 6. 10 ഒന്ന് മാച്ച് കളയാം അല്ലേ, ഫുള്ളൊന്ന് മാച്ച്. അപ്പോൾ പറ, 6 സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ. 6 സെക്കൻഡ് ആയ പൊസിഷൻ എത്രയാണ്, 30ലാണ് അല്ലേ, എത്രയിലാണ്, 30ലാണ്. 30 മീറ്ററാണ് പൊസിഷൻ എന്ന് പറയുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ്. എന്ത് വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി. കാരണം എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസിന് ഈക്വൽ ഇൻറ്റർവൽ ഓഫ് ടൈം. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ കാർ ബിറ്റ്വീൻ 6 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. ഓക്കെ, 6നും 8നും ഇടയ്ക്ക്, 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയ്ക്കുള്ള ഒബ്ജക്റ്റിന് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്, വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ആർക്കെതിരെയാണ്, 6നും 8നും കണ്ടുപിടിക്കാമല്ലോ. നമ്മളിതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തല്ലോ, മാക്കിയാണ് ഞാൻ. നമുക്ക് എന്ത് ചെയ്യാം, 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയിലുള്ള വെലോസിറ്റി എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്, വെലോസിറ്റി. വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, വൈ കമ്പോണൻറ്റ് അല്ലെ, വൈ ആക്സിസ് കിടക്കുന്ന വാല്യൂ ബൈ എക്സ് ആക്സിസ് കിടക്കുന്ന വാല്യൂ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആർക്കൊക്കെ ഇടയ്ക്കാണ്, 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയ്ക്ക്. അതായത് നോക്കി, ഇത്രയും ഭാഗം കാണുന്നുണ്ടോ നിങ്ങൾ, ഇത്രയും ഭാഗത്തെയാണ് ചോദിച്ചേക്കുന്നത്, 6നും 8നും ഇടയ്ക്ക്. എന്ത് ചെയ്താൽ മതി,
നോക്ക് എക്സ് ഇതാ 30-നും 40-നും ഇടയ്ക്ക്. അപ്പോൾ വൈ കമ്പോണൻ്റ് എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 40 മൈനസ് 30 ഡിവൈഡഡ് ബൈ എക്സ് എത്രയാണ്, 6-നും 8-നും ഇടയ്ക്ക്. അപ്പോൾ എത്രയാണ്, 8 മൈനസ് 6. അപ്പോൾ പറ നമ്മുടെ വാല്യൂ എത്രയാണ്, 40 മൈനസ് 30 എത്രയാണ്, 10 ബൈ 8-ൽ 6 കുറച്ച് എത്രയുടെ, 8 മൈനസ് 6 2. 10/2 എത്ര, 5 മീറ്റർ പെർ സെക്കൻഡ്. നോക്കടാ, നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത് എത്ര തന്നെ ആയിരുന്നു, 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരുന്നു അല്ലേ. എത്ര തന്നെ ആയിരുന്നു, 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരുന്നു. നമ്മൾ എന്താണ് ആദ്യം കണ്ടുപിടിച്ചത്, അവിടെ കിടക്കുന്ന 5 തന്നെയാണ്. നമുക്കിപ്പോൾ കിട്ടിയതും എത്ര തന്നെയാണ്, 5 തന്നെയാണ്. സോ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതാണ് നമ്മൾ നേരത്തെ ഇവിടെ എന്ത് പറഞ്ഞത്, ഈ കാറിൻ്റെ വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇതാണെന്ത് നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഗ്രാഫിലോട്ടൊന്ന് വരാമല്ലോ. നമ്മൾ അടുത്ത ഗ്രാഫ് നേരത്തെ പറഞ്ഞു വെച്ചു. എന്താണ് ഗ്രാഫിൻ്റെ പേര്, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, നമ്മളെടുക്കുന്ന വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമും എടുത്താൽ കിട്ടുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി പോവുകയാണെന്ന് വിചാരിക്കുക. എന്തിൽ പോവുകയാണ്, യൂണിഫോം വെലോസിറ്റി പോകുന്നൊരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കട്ടെ. യൂണിഫോം വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റിക്ക് മാറ്റമില്ല. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ കണ്ടല്ലേ, ഒബ്ജക്റ്റ് ഫുൾ ടൈം മൂവ് ചെയ്യുന്ന എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. സപ്പോസ് നമ്മളിവിടെ നേരത്തെ പോലെ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ മാർക്ക് ചെയ്തത് ഈക്വൽ ഡിവിഷൻ എടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ ടൈം മാർക്ക് ചെയ്യുന്നത് 1 2 3 4 5 എന്നാണ്. വെലോസിറ്റി മാർക്ക് ചെയ്യുന്നത് 1 2 3 4 5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കടാ. 0 സെക്കൻഡ് ആയപ്പോഴും ഇതിൻ്റെ യൂണിഫോം വെലോസിറ്റിയാണ്, എത്രയായിരിക്കും, 5 ആയിരിക്കും. 1 സെക്കൻഡ് ആകുമ്പോഴും അതിൻ്റെ വെലോസിറ്റി 5 ആയിരിക്കും. 2 സെക്കൻഡ് ആകുമ്പോഴും വെലോസിറ്റി 5 ആയിരിക്കും. 3 സെക്കൻഡ് ആകുമ്പോഴും വെലോസിറ്റി 5 ആയിരിക്കും. 4 ആകുമ്പോഴും 5 ആകുമ്പോഴും 5 ആയിരിക്കും. സോ എന്തായിരിക്കും, ഇതുപോലത്തെ ഒരു ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്തായിരിക്കും, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആർക്ക് പാരലൽ, എക്സ് ആക്സിസിന് പാരലൽ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ. നോക്ക്, പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, പൊസിഷൻ ടൈം ഗ്രാഫിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിന് നേരെ വന്നാൽ അത് റെസ്റ്റാണ്. എന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിസിന് നേരെ വന്നാൽ അത് യൂണിഫോം വെലോസിറ്റിയാണ് കാണിക്കുന്നത്. എന്താ കാണിക്കുന്നത്, യൂണിഫോം വെലോസിറ്റി. ഇത് ഗ്രാഫ് നോക്കിയാണ് നിങ്ങൾ പറയേണ്ടത്. നോക്ക്, ഓരോ സെക്കൻഡ് സമയവും നമ്മൾ എടുക്കുമ്പോഴും ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഒരേ വെലോസിറ്റിയിലാണെങ്കിൽ അതെന്തായിരിക്കും, യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇനി ഓരോ സെക്കൻഡ് കഴിയും തോറും, ഞാനിപ്പോൾ പറയണം 1 2 3 4 എന്നിങ്ങനെ സെക്കൻഡുകൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 1 2 3 4 5 എന്നിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇതുപോലെ ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്, സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ഒരു പേര് പറഞ്ഞ് വിളിക്കുമല്ലോ. എന്തുവാണത്, അതാണ് ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഒരു ആക്സിലറേറ്റഡ് മോഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചരിഞ്ഞ വരെയായിരിക്കും. യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ചോദ്യത്തിലോട്ട് നമുക്ക് വരാം. വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന ഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയും ആണെങ്കിൽ അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാം. വെലോസിറ്റി വന്നിട്ടുണ്ട് 0 20 30 0 20 40 40 40 40. സമയം 0 2 4 6 8 10. സ്കെയിൽ എങ്ങനെ ചെയ്യൂടാ നോക്ക്. ടൈം 0 2 4 6 8. അപ്പോൾ എന്താ 0, ഇവിടെ 0 2 4 6 8 10 12. സ്കെയിൽ എങ്ങനെ എഴുതും, എക്സ് ആക്സിസിലെ ഓരോ സെൻറ്റിമീറ്ററും 2 സെക്കൻഡിന് ഈക്വലും. വെലോസിറ്റി നോക്കടാ, 0 20 40 40 40 40. അപ്പോൾ എങ്ങനെ നമ്മൾ എടുക്കും, 0 20 40 40 40 ഇങ്ങനെ എടുക്കുമോ, ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ് ആദ്യത്തെ എന്താണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10-ന് ഈക്വലാണ്. 10 രണ്ടാമത്തെ ആകുമ്പോൾ 20, മൂന്നാമത്തെ ആകുമ്പോൾ എത്രയാണ് 30, നാലാമത്തെ ആകുമ്പോൾ 40, അഞ്ചാമത്തെ ആകുമ്പോൾ 50. എങ്ങനെ എടുക്കും, വൈ ആക്സിസിലെ ഓരോ സെൻറ്റിമീറ്ററും ഇവിടം മുതൽ ഇവിടം വരെ എത്രയാണ് 10 ആണല്ലേ. അപ്പോൾ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡിന് ഈക്വലാണ് നമ്മൾ എടുക്കും. ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. 0 ആയപ്പോൾ 0 അല്ലെ, 0 ആയപ്പോഴത്തേക്കും 0. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് 0. അടുത്ത് 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 20 ആയി. 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 20 ആയി. ഇതാണ് പോയിന്റ്. 4 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി എത്രയായി, 4 സെക്കൻഡ് ആയപ്പോൾ 40 ആയി. ഇതാണ് ഗ്രാഫ്.
അടുത്ത് 6 സെക്കൻഡ് ആയപ്പോഴും 40 തന്നെ. അപ്പോൾ ഇത് ഇങ്ങനെ 7 സെക്കൻഡല്ല 8 സെക്കൻഡ് ആയപ്പോഴും 40 തന്നെ, 10 സെക്കൻഡ് ആയപ്പോഴും 40 തന്നെ. അപ്പോൾ കണ്ടോ, ഒരേ ഗ്രാഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വാല്യൂവും ഒരുമിച്ച് വന്നു. കണ്ടായിരുന്ന? അതായത് നോക്കടാ, ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഈ 0 തൊട്ട് 4 സെക്കൻഡ് വരെ, 0 തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ഇത്രയും സമയം ഗ്രാഫിൻ്റെ ഷേപ്പ് എന്തുവാണ്? ഇത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ. ഇവിടെ ഈ ഗ്രാഫ് എന്തിനാണ് കാണിക്കുന്നത്? യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷനെ കാണിക്കുന്നു. എന്നാൽ ബി മുതൽ സി വരെ നോക്കിയപ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നു. അപ്പോൾ ഇതെന്തിനെ കാണിക്കുന്നു? ഇത് യൂണിഫോം വെലോസിറ്റിയെ കാണിക്കുന്നു. കാരണം എന്താണ്? സമയത്തിനനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഗ്രാഫിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്ത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്തോടെ ഇരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യും. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരവൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഫസ്റ്റ്, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ ഗ്രാഫ്. എന്താണെന്നാണ് പറയുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫ് ദാറ്റ് പ്ലോട്ട് വെലോസിറ്റി ഇൻ ദ വൈ ആക്സിസ് ആൻഡ് സമയം ഓൺ ദ എക്സ് ആക്സിസ്. ഈ പറയുന്ന ഗ്രാഫിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ടൈം ആണെന്തെന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു സമയത്തും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് ചെയ്യാം. ഓക്കെ. ഓൺ ദ ഗ്രാഫ്, ഇപ്പോൾ നമുക്ക് നോക്കി ഇവിടെ നമ്മൾ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാഫിൻ്റെ ഏതൊരു പൊസിഷനിലെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എ ടു ബി വരെയുള്ള പോയിൻ്റ്. ഓക്കെ. ഇത് എ, ഓക്കെ, ഇത് എ ആണ്, ബി വരെയുള്ള പോയിൻ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ എ മുതൽ ബി വരെയുള്ള സമയം 2 സെക്കൻഡ്. ഈ സമയത്ത് ഈ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുമെന്ന് ചോദിക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കുമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമ്മളെടുത്താൽ നമുക്കവിടെ എന്ത് കിട്ടും? അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ എ മുതൽ ബി വരെയുള്ള പോയിൻ്റ്, ഇത്രയും ഈ പോയിൻ്റ്, ഇതിനുള്ള ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഈ കാണുന്ന ഭാഗം, അല്ലെ? ഇതിൻ്റെ അടിയിൽ കാണുന്ന ഭാഗമാണ് എന്ത്? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. എങ്ങനെ കിട്ടുമെന്ന് നോക്കിയാലോ? നോക്ക്, ഇതെന്താണ്? ഇതൊരു ട്രയാങ്കിളാണ്. ഓക്കെ. ഇതെന്താണ്? ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച്. ഇവിടെ ബി എന്ന് വെച്ചാൽ എന്താണ്? ബേസ് എന്ന് വെച്ചാൽ ഇത്രയും ദൂരം, അല്ലേ? ഇത്രയും ദൂരമാണ് ബേസ് എന്ന് പറയുന്നത്. ഈ ബേസിൽ കിടക്കുന്ന വാല്യൂ എന്തുവാടേ? സമയമാണ്, അല്ലേ? സമയം. എച്ച് എന്ന് വെച്ചാൽ എന്തുവാണ്? ഇത്രയും ദൂരം, ഹൈറ്റ്. ഈ ഹൈറ്റ് കിടക്കുന്ന വാല്യൂ എന്താണ്? വെലോസിറ്റി. അപ്പോൾ ടൈം ഇൻറ്റു വെലോസിറ്റി, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ തിരിച്ചെഴുതാം, നമുക്കറിയാവുന്ന രീതിയിൽ. വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ത് കണ്ടുപിടിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം നമുക്ക് എപ്പോഴും തരുന്നത് എന്തിനാണ്? ഡിസ്പ്ലേസ്മെൻറ്റിനാണ്. ഓർമ്മയുണ്ട? കാരണം എന്താ? വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഇൻറ്റു ടൈം കിട്ടും. അപ്പോൾ ഇതാണ് പറയുന്നത്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ഡിസ്പ്ലേസ്മെൻറ്റ് തരും. അതെന്ത് തരും? ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഇതിപ്പോൾ ഇവിടെ ട്രയാങ്കിളായി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചുകൂടി എളുപ്പത്തിന് പറയാം. നോക്കിയേ, ഈ ബി മുതൽ സി വരെയുള്ള ദൂരം, ഈ ബി മുതൽ സി വരെ ഒബ്ജക്റ്റ് എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി പോവുകയാണ്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത്രയും ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇത്രയും സ്ഥലത്തെ ഏരിയ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇത് റെക്റ്റാങ്കിളാണ്. ഏരിയ കണ്ടുപിടിക്കുക എളുപ്പമാണ്, അല്ലേ? ബേസ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ബേസ് ഒന്ന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്? ഈ പറയുന്ന വാല്യൂ ഇൻറ്റു ഇത്രയും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ഏരിയ കിട്ടും. ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ. ഈ പറയുന്ന ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, 4th സെക്കൻഡും 10th സെക്കൻഡും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാണ്? 4th സെക്കൻഡും 10th സെക്കൻഡും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്.
അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഗ്രാഫിൻ്റെ സഹായത്തോടെ അത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അതിപ്പോൾ ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ ഞാനൊന്ന് മാച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താണ്, 4 സെക്കൻഡിനും 4 സെക്കൻഡ്, അതുപോലെ തന്നെ എന്താണ് 4 സെക്കൻഡിനും എന്താ പറഞ്ഞേക്കുന്നത് 10 സെക്കൻഡ് 10 സെക്കൻഡിനും ഇടയിലുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ് ചോദിച്ചത്. അപ്പോൾ 4നും 10നും എന്ന് പറഞ്ഞാൽ ബി മുതൽ സി വരെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയാണ് ബേസ് അല്ലേ, ഇത്രയാണ് ബേസ് ഇൻറ്റു ഇത്രയാണ് ഹൈറ്റ്, അതാണല്ലോ ഏരിയ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഏരിയ, ഇത്ര ഏരിയ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്, കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചേക്കുന്നത്. ഇത്ര ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം, ഇത്രയും ഏരിയ കണ്ടുപിടിക്കണം. ബേസ് ഇൻറ്റു ഹൈറ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം, ബേസ് എന്താണ് 4 10 അല്ലേ. അപ്പോൾ 10ൽ നിന്നും നമ്മൾ 4 കുറച്ചു ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 40 എത്രയാണ് 40. 10 4 കുറച്ച് 6 ഇൻറ്റു 40 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. എത്രയാണ് 40 ഇൻറ്റു 6, എത്രയാണത്, അത് 240 അല്ലേ. അതായത് ഇവിടെ വന്നിട്ടുണ്ട്, എത്രയാണത് 240. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ എ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്തിൻ എ ഡെഫിനിറ്റ് ടൈം ഇൻ്റർവൽ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ പോർഷൻ ഓഫ് ദ ഗ്രാഫ് ഇൻ ദാറ്റ് ഇൻ്റർവൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. ഫസ്റ്റ് 4 സെക്കൻഡിൽ ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് 4 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇത്രയും ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഞാനതാണ് ആദ്യം പറഞ്ഞു തന്നത് അല്ലേ. ഇതെന്താണ്, ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ. എന്താണ്, അതൊരു ട്രയാങ്കിളാണ്. അപ്പോൾ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ എന്തായിരിക്കും ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എത്രയുടെ 4 അല്ലേ, കാരണം എന്താ ഇത്രയാണ് 4, ഹൈറ്റ് എത്രയാണ് 40, അപ്പോൾ 40. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 40. ഓക്കെ, ഒന്നുകിൽ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിയിട്ട് ചെയ്യാം. എന്നാലും ഞാൻ 4 ഇൻറ്റു 40 എടുക്കുകയാണ്, 160. ഓക്കെ, 160 നമ്മൾ 2 കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും എന്താണ് 160ൻ്റെ പകുതി. സോ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, അത് 80 മീറ്റർ ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നേരത്തെ എത്രയായിരുന്നു, അത് 240 മീറ്റർ ആയിരുന്നു നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ചോദ്യത്തിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. കുറേ ലെങ്ത് ആയെന്ന് തോന്നുന്നു ക്ലാസ്. ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ ബൈ.